പിള്ളേര് രേണു ചേച്ചി ഇവിടെ ഉണ്ടോ? എന്നാ അകത്ത് വേറെ. എനിക്കിന്ന് പറയാനുള്ളത് മറ്റാരെയും കുറിച്ചല്ല, അതായത് നമ്മുടെ റീൽസിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും വലിയൊരു സംഭവബഹുലമായ ചേച്ചിയെ കുറിച്ചാണ്. ആരാണ്? രേണുസുതി ചേച്ചി. ഇവരെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഇനി അവരെ കുറിച്ചുള്ള വീഡിയോ ഒന്നും ചെയ്യണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേ ഈ മലവെള്ളപ്പാച്ചിൽ എന്നൊക്കെ പറയത്തില്ലേ, അതിലിങ്ങനെ ഒഴുകി വരിക എന്നൊക്കെ പറയില്ലേ, അതേപോലെ അവരെ റീൽസ് മാത്രം എൻ്റെ ഫോണിൽ സ്ക്രോൾ ചെയ്യാൻ വന്നുകൊണ്ടിരിക്കണേ. തട്ടി തട്ടി കളഞ്ഞാലും വീണ്ടും അവർ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. ഇതുപോലൊരു ജന്മം എന്തൊക്കെ വന്നാൽ. രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, രേണുസുതിയാണ് എല്ലാവരുടെയും അന്നദാതാവെന്ന്, അതായത് റീൽ ക്രിയേറ്റേഴ്സിൻ്റെ. ഓക്കെ ആണ്, കാരണം നിങ്ങളെ ആശ്രയിച്ച് ഇപ്പം എല്ലാവരും നടക്കുന്നുണ്ട്. നിങ്ങളാണ് എല്ലാവരുടെയും അന്നദാതാവ്, അതിന് നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലെ ഈ പേക്കൂത്ത് കാണിക്കാൻ നിങ്ങളൊക്കെ പറ്റുള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ കണ്ടന്റ് കൊടുക്കുന്ന, അതായത് വായിൽ വരുന്ന വിവരവും വിദ്യാഭ്യാസവും ഒരു കുന്തവും കൊടച്ചക്രം ഒന്നുമില്ല, നിങ്ങൾ വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുക. അവരുടെയൊക്കെ രേണുസുതിയുടെ കണ്ടന്റൊക്കെ അങ്ങോട്ട്, അതായത് റീൽസൊക്കെ കുറഞ്ഞങ്ങ് താണങ്ങ് പോയൊക്കെയത്. ഇപ്പം രേണുസുതിക്ക് മനസ്സിലായി തൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. അത് അറിഞ്ഞത് രേണുസുതി പിന്നെ ഇനി എവിടെ പോയാലും ക്യാമറമാൻ എൻ്റെ പുറകെ വേണം, ഞാനായിരിക്കണം ക്യാമറയിൽ പതിയേണ്ടത് എന്ന് വിചാരിച്ച് പുള്ളിക്കാരി അങ്ങ് തുനിഞ്ഞങ്ങ് ഇറങ്ങുക. എന്തൊക്കെ കോപ്രായം കാണിക്കാൻ പറ്റുമോ അതെല്ലാം അവർ കാണിച്ചു കൂട്ടും. നമുക്കിനി ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ സമയം ഉണ്ടാവത്തില്ല, കാരണം ഇവരെ തട്ടിവിട്ടാൽ ഇവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇവർ പറയുന്നുണ്ട് ഈ ചെയ്യുന്നതൊക്കെ സിനിമയിലും സീരിയലിലൊക്കെ ചെയ്യുന്നില്ല, പിന്നെ ഞാൻ ചെയ്താൽ എന്താ കുറ്റമെന്ന്. എൻ്റെ പൊന്ന് സ്ത്രീയെ, നിങ്ങൾ കാണിക്കുന്ന കൂട്ട കോപ്രായങ്ങൾ വേറെ ആരും കാണിക്കുന്നില്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സിനിമയിലും സീരിയലൊന്നും കാണിക്കണ പോലെയല്ല നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ കാണിക്കുമ്പോൾ അതിന് വേറെ അർത്ഥത്തിലായിട്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ രേണുസുതി എന്ന് പറയുന്ന ഇവള് കമ്പയർ ചെയ്യണത് ഫിലിമിനെയും ഇവളുടെ അഭിനയം വെച്ചിട്ടാണ്. ഇവളെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഫിലിമിലൊന്നും വിളിക്കുമെന്ന്, കാരണം ഇവൾക്കൊന്നും അതിനുള്ള യോഗ്യത ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഫിലിമിൽ വിളിക്കുമായിരിക്കും, ജസ്റ്റ് ഒരു ഷെയ്ഡ് റോളായിട്ട് വിളിക്കുമായിരിക്കും, അല്ലാതെ ഈ പെൺകുട്ടിക്ക് ഈ സ്ത്രീക്കൊക്കെ എന്ത് റോള് ചെയ്യാനുള്ള ഇതുണ്ട്? ഇവളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായേനെ. പക്ഷെ ഇവള് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞല്ലേ, ഈ ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെയാണ് ഇവിടെ വിളിക്കുന്നത്. അതായത് ഈ മറ്റേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഈ പണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവർ കാണിച്ചു കൂട്ടുന്നത് ഒന്നും തെറ്റല്ല. ഞങ്ങളെപ്പോലുള്ളവർ വന്ന് പറയുമ്പോഴാണ് അത് തെറ്റാവുന്നത്. അവരെ വെറുതെ വിട്ടേക്കുക, അവർ ജീവിച്ച് പോയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാരാ? ഇവളുടെ ഈ കോപ്രായത്തരങ്ങൾ കാണാൻ വേണ്ടി നടക്കുന്നതാണ്. ഇവളുടെ ഈ വയറും കുറേ മറ്റേ സാധനമൊക്കെ കാണാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവൾ ഈ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവർ. അങ്ങനെയാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഉള്ളി ഷൂട്ട്സിന് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അനുമതി കൊടുക്കുക. അതല്ലാതെ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നിങ്ങൾ പിടിക്കാൻ നടക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ കണ്ടന്റ് ഇട്ട് കൊടുക്കാതെ, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുക. ഇതാണ് ഒരു ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എന്നൊക്കെ പറയണത്. ഇങ്ങനെയാണോ? ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്ന എനിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഈ ഫിലിം സ്റ്റാർസൊക്കെ, അതായത് ഫിലിമിലൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണോ? ആക്ടറിൻ്റെ മേത്തോട്ട് ചാഞ്ഞു കിടന്ന്, അതായത് ഇവളുടെയൊക്കെ ഈ സീനൊക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ബാക്കിയുള്ള സംബോധനയൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതായിരിക്കും ഇവൾക്ക് പറ്റിയ സീൻ എന്നൊക്കെ പറയും. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇവളെ പോലെ ഇങ്ങനെ ആർമാദിക്കുന്ന ഒരു ആക്ടറിനെ അല്ല ഒരു ആക്ട്രസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് അതുപോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അവർക്കൊരു നിലപാടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവളെപ്പോലെ ആയിരിക്കത്തില്ല അവരൊന്നും. പക്ഷെ ഇവള് ഉപമിക്കുന്നത് ഇവള് സിനിമയിൽ നടക്കുന്നില്ലേ, അങ്ങനെ ഇവള് ചെയ്യുന്നതിന് വെച്ച് ഇവള് ഉപമിക്കുന്നതിൻ്റെ കാര്യം. ഒരു കാലത്ത് ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഒരു സിനിമയിലെ തന്നെ ഒരു ചെറിയൊരു പടിയായിട്ടാണ് എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുമുണ്ട്. അങ്ങനെ കരുതുന്നവർക്ക്, അതായത് ഇപ്പം സ്ത്രീകളടക്കം ഉണ്ടാവുമല്ലോ, അതായത് സ്ത്രീകളടക്കം ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്നത് ഒരു സിനിമയുടെ ഒരു പടിയായിട്ട് കണ്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ അതായത് അങ്ങനെ വിചാരിക്കുന്ന സ്ത്രീകളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും, ഈ സിനിമയിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഈ രേണുസുതി ഇങ്ങനെ പോകാൻ നേരത്തെ, അതായത് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി വിടാൻ നേരത്തെ അങ്ങനെ വരാനിരിക്കുന്ന പെൺകുട്ടികളുണ്ടാവും.
അവരുടെ വീട്ടുകാർക്ക് പോലും ഈ പെൺകുട്ടികളെ ഈ ഫീൽഡിലോട്ട് ഇറക്കി വിടാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. അതും കൂടി രേണുസുതി ഒന്ന് മനസ്സിലാക്കാൻ കൊള്ളാം. കാരണം അതായത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് സ്ത്രീകളെ വിടാൻ കൊള്ളില്ല എന്നൊരു രീതിയിലോട്ട് ഈ രേണുസുതി എന്ന വ്യക്തി ആക്കി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് ദാസ് എന്ന് പറഞ്ഞ പുള്ളിയും പിന്നെ ഇവരും പിന്നെ വേറെ 2 ചെറുപ്പക്കാരും കൂടി അവരും കൂടി അതിലൊരു താടിയും മുടിയും വളർത്തിയ ഒരുത്തനുണ്ട്. അവനാണെങ്കിൽ ഇവളെ എങ്ങനെയൊക്കെ അങ്ങ് യൂസ് ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ അവൻ്റെ പേരെനിക്കറിയില്ല, അവൻ യൂസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ പിടുത്തമൊക്കെ ഒന്ന് കാണണം. ഇതൊക്കെ ഒരു ഷൂട്ടിലുള്ളൊരു പിടുത്തമാണത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയണത്, മറ്റേ പടം കാണുന്ന രീതിയിലായിട്ടാ ഈ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയായിട്ടാ തോന്നിയത്. ഇനി ബാക്കിയുള്ളവർക്ക് അല്ല, ഈ രേണുസുധിനെ ന്യായീകരിച്ചത് വരുന്നവർക്കൊന്നും അങ്ങനെയൊന്നും തോന്നത്തില്ലായിരിക്കും. പിന്നെ അതുപോലെ ദാസൊക്കെ ആണെങ്കിലും ആദ്യം സപ്പോർട്ടൊക്കെ ആയിരുന്നു തോന്നണം. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് ഈ പെണ്ണിനെ എല്ലാവരും അങ്ങ് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നും. പക്ഷെ ഈ വിവരദോഷിക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ല. അതോ ഇവള് ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് സുഖിച്ചങ്ങ് നിന്ന് കൊടുക്കുന്നതായിരിക്കും മേ ബി. എൻ്റെ പെണ്ണുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ പറയാ എന്ത് പറഞ്ഞാലും നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം എൻ്റെ സുധിയേട്ടന് വേണ്ടി, ഇതെല്ലാം എൻ്റെ സുധിയേട്ടന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾ സുധിയുടെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. ഒത്തിരി അങ്ങ് പറയുന്നില്ലല്ലോ നിങ്ങൾ. ഇപ്പം എന്ത് പറ്റി, സുധീനെ മറന്നുപോയാ? പിന്നെ മറക്കാതിരിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയുടെ ഹസ്ബൻഡായ നമ്മുടെ സുധിച്ചേട്ടൻ്റെ മരിച്ചുപോയ വർഷം വരെ നിങ്ങൾ മറന്നു കഴിഞ്ഞു. നിങ്ങൾ ആ കാലത്ത് നിന്നൊക്കെ നിങ്ങൾ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മാജിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ജീവിക്കാൻ പറ്റില്ലെന്നും. തള്ളേ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കുറേ നാള് നിങ്ങൾ തെണ്ടി നടന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ കടക്കാരുടെ കടം പേടിച്ചിട്ട് നിങ്ങൾ ജീവിച്ചൊരു കാലമുണ്ട്. നിങ്ങളിൽ 5 പൈസ ഇല്ലാതെ നിങ്ങൾ ജീവിച്ചൊരു കാലമുണ്ട്. നിങ്ങളുടെ മക്കൾക്കൊന്നും കൊടുക്കാനില്ല നിങ്ങൾ ജീവിച്ചൊരു കാലമുണ്ട്. ആ കാലമൊക്കെ നിങ്ങൾ മറന്നുപോയോ? എന്നിട്ടാണ് നിങ്ങൾ ഈ ആൾക്കാർ ഉപയോഗിച്ച് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. മൊമെന്റ് ബ്രാൻഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ പറ്റില്ല. നിങ്ങൾക്ക് അലപ്പമെങ്കിലും ഉളുപ്പോ അതില്ല. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചോദിക്കുന്നവർക്ക് തന്നെ ഇങ്ങനെ ഒരു ഇതായി പോണേ ഇപ്പം. അതായത് ഇപ്പം ഇവരുടെ കൂടെ ഒരുത്തൻ കൂടിയിട്ടുണ്ട്. അവൻ്റെ പേര് വീണ്ടും മറന്നുപോയി, അറിയില്ല. അവനതൊരു മഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഒരു മഞ്ഞക്കിളിയാണ് അവൻ. ഒരു താടിയും മുടിയൊക്കെ വലിച്ച് വാരി കെട്ടിയിട്ട് ഒരുത്തൻ നിൽക്കുന്നുണ്ട്, ഇത്തിരി പൊക്കമൊക്കെ ഉണ്ടായിട്ട്. അവനാണ് ഇപ്പം കൂടെ നിൽക്കുന്നത്. ഇവൻ്റെ കൂടെയുള്ള കുറേ റീൽസ് ഇപ്പം അങ്ങോട്ട് നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കണേ. അതായത് അവൻ്റെ അടുത്ത് പോയി രഹസ്യം പറയാണോ ഉമ്മ കൊടുക്കണോ ഒന്നും അറിയത്തില്ല. രഹസ്യം പറയുന്നതായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അതായത് ഇവളെ കയറി അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു, എന്തൊക്കെയാണ് രണ്ടും കൂടി കാണിച്ചു കൂട്ടുന്നത്. ഇതൊന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള സീനൊന്നും അല്ല. ആ സീൻ ഞാൻ ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കൊച്ചിയിലെ ഫുൾ കറങ്ങുമായിരുന്നു. അല്ല, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്ന 2 ദിവസം വന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 2 ദിവസം അടിയില് ചേച്ചി എപ്പോഴും ചെയ്ത വാച്ചും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കും. കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് ഇപ്പൊ വിളിക്കും. ഇപ്പൊ പിള്ളേർ ഭയങ്കര ബിസി. ഇപ്പൊ കൊച്ചിയിൽ വന്നാൽ നമ്മളെ കാണാൻ സമയമില്ല. പ്രമോഷനും ദാസ് എന്ന് പറയണ അവനൊക്കെ ആണെങ്കിലേ ഇവളെ വെച്ചിട്ടങ്ങ് നമുക്ക് ഉണ്ടാക്കിയേക്കാം. അതായത് എങ്ങനെയൊക്കെ ആ പെണ്ണിനെ ഉപയോഗിക്കാൻ പറ്റുന്നോ അതുപോലെയൊക്കെ ഉപയോഗിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ പൊന്നുശ്രീ, നിങ്ങൾക്കൊരു ഈ പറയുന്ന സുധിക്ക് 2 മക്കളായിരിക്കും ഉള്ളത്. അതിലത്തെ മൂത്തവനെ മാറ്റി നിർത്തട്ടെ. അവന് വേണമെങ്കിൽ പറയാം അതെൻ്റെ അച്ഛൻ്റെ ഭാര്യ, എൻ്റെ സ്വന്തം അമ്മയല്ലല്ലോ എന്നെങ്കിലും അവനെ എപ്പോഴെങ്കിലും ചിന്തിക്കാം. പക്ഷെ നിങ്ങൾക്ക് വളർന്നു വരുന്ന ഒരു മകനില്ലേ, നിങ്ങളുടെ ഈ കിടന്ന് അഴിഞ്ഞാട്ട് മുഴുവൻ കാണിക്കാൻ നേരത്ത് ആ
കുഞ്ഞു ചെറുക്കൻ എന്തുമാത്രം മാനസിക വിഷമം ഉണ്ടാവും കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേനും. എത്രയോ പേര് അവൻ സ്കൂളിലൊക്കെ പോകാനുള്ള ചെറുക്കനല്ലേ, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അവന് ഇപ്പം കുഞ്ഞുകൊണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കാം. ഈ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും അവനെ എത്ര ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കും. നിങ്ങൾ അതൊക്കെ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിനയത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിക്കും. നിങ്ങൾ ഈ കുഴഞ്ഞാടി ഈ ആണുങ്ങളുടെ കൂടെ പോയി നിങ്ങൾ ആണുങ്ങളുടെ കൂടെ പോയി നിൽക്കുന്നതോ പിടിക്കുന്നതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന എന്തൊക്കെയാണ്? പിള്ളേരെ രേണു ചേച്ചി ഇവിടെ ഉണ്ടോ? എന്നാ അകത്ത് വരെ. നിങ്ങളെല്ലാ സീനുകളെ കുറിച്ച് നിങ്ങൾ പറയണത് ഇത് ഷൂട്ടിംഗ് അല്ലേ, ഇത് സിനിമയിലെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്താ അത് ദഹിക്കാമെങ്കിൽ ഇത് ദഹിച്ചാൽ എന്താണ് കുഴപ്പമെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? എന്നാൽ സ്ത്രീയെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണോ? ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലല്ലോ, ഇത് നിങ്ങളൊരു നിങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടം അല്ലേ കാണിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ഒരു കാരണം ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ ഷോർട്ട് ഫിലിംസ് ഈ ടെലിഫിലിംസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ കയറണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കുറേ താരങ്ങളുണ്ട്. അഭിനയമോഹം കൊണ്ട് നടക്കുന്ന കുറേ പുതുമുഖ നായികമാരുണ്ട്. നായികമാരെ തന്നെ വെച്ച് നമുക്ക് പറയാം, അവരെ പോലുള്ളവർക്ക് നിന്നെപ്പോലുള്ളവരെ ഈ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ നാണക്കേടാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ള ഈ പെൺകുട്ടികളുണ്ടാവല്ലോ, ആ പെൺകുട്ടികൾക്ക് ഈ ഫീൽഡിലോട്ട് വരാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടുകാർ അതിന് സമ്മതിക്കില്ല. കാരണം നീയൊക്കെ കൂടി ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടം അല്ലേ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അവർ പറയും വേണ്ട, നീ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ അവളെ വീട്ടിലിരുത്തുള്ളൂ. അവരുടെ ആഗ്രഹത്തിനും കൊണ്ടാണ് നിന്നെപ്പോലുള്ളവന്മാരൊക്കെ തടസ്സം ഇട്ട് വെക്കുന്നത്. അതൊക്കെ ആദ്യം നീ മനസ്സിലാക്കാൻ നോക്ക്. നീ എന്ന് പറയുന്ന ഒരു മന്ദബുദ്ധി, ഒരു വിവരദോഷി എന്നൊക്കെ നിന്നെ പറയാൻ പറ്റുള്ളൂ. മന്ദബുദ്ധി എന്ന് പോട്ടെ, വിവരദോഷി എന്ന് നിന്നെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് കണ്ടേക്കണത്? ഒരു ആക്ഷനും ഒരു കട്ടും പറയാൻ നേരത്തെ അവിടെ സീക്വൻസ് അവിടെ തീരും. ഇവളെ പോലെ ഇങ്ങനെ വീണ്ടും കൊഞ്ചി മേത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എവിടെ നിങ്ങൾ കണ്ടേക്കണത്? എവിടെ നിങ്ങൾ കണ്ടേക്കണം? ഈ ഇവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഒരു പെണ്ണ് എങ്ങനെ നശിക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കണേ, അതിനാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്?